പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമായി ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ സഖാക്കൾക്ക് സംഗതി പിടിക്കുന്നില്ല. ഭരണം കിട്ടില്ലെന്ന് അവർക്കും ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. എന്നാലും തള്ളിമറിക്കലിന് ഒരു പഞ്ഞവും ഇവർ കാണിക്കാറില്ലതാണ്. ഒരു കാലത്ത് ബംഗാളിനെ തകർത്തെറിഞ്ഞവരാണ് ഈ പറഞ്ഞ CPM നേതാക്കൾ. അവരുടെ പ്രസ്താവനകൾ വെറും കോമഡി പരിപാടികളായി മാറിയിരിക്കുകയാണ്. ബംഗാളിൽ CPM അക്കൗണ്ട് തുറക്കുമെന്ന CPM പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവന കേട്ട് ഊറിച്ചിരിക്കുകയാണ് ജനങ്ങൾ. 34 വർഷം ബംഗാളിനെ വികസന മുരടിപ്പിലേക്കും അക്രമ രാഷ്ട്രീയത്തിലേക്കും തള്ളിവിട്ട ഒരു പാർട്ടിക്ക് ഇനിയൊരു അവസരം നൽകില്ലെന്ന് ബംഗാൾ ജനത നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. CPM നേതാവ് ബൃന്ദ കാരാട്ട് ബംഗാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൃന്ദ കാരാട്ട് ബംഗാളിൽ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് സഖാക്കൾ തടിച്ചുകൂടിയെന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. CPMന്റെ ശക്തി വിളിച്ചോതാൻ ഈ യോഗം ധാരാളമാണെന്നും റിയാസ് പറഞ്ഞിരുന്നു. സംഗതി റിയാസ് വിചാരിച്ചതുപോലെ ഏറ്റില്ല. സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വലിയ ട്രോളായി മാറി. കാരണം ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം കേൾക്കാൻ കുറച്ചാളുകളും പിന്നെ ഒഴിഞ്ഞ മൈതാനവുമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ഫോട്ടോ കണ്ടാൽ ആർക്കും മനസ്സിലാവും. എത്രത്തോളം ഗതികേടിലാണ് CPM എത്തിയിരിക്കുന്നത് എന്നതിന്റെ സൂചനയാണ് MA ബേബിയുടെ പ്രസ്താവനയും ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗത്തിന്റെ ചിത്രവും. ബംഗാളിലെ ജനങ്ങൾ ഈ മ്യൂസിയം പാർട്ടിയെ എന്നേക്കുമായി ഉപേക്ഷിച്ചു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഇത്തരം ദയനീയ ചിത്രങ്ങൾ. ബംഗാൾ ഭരിച്ച 34 വർഷക്കാലം അഴിമതിയും അക്രമവും മാത്രം നടപ്പിലാക്കിയ CPM ഇന്ന് തങ്ങളുടെ നിലനിൽപ്പിനായി വഴിമുട്ടി നിൽക്കുകയാണ്. സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും പാപക്കറകൾ ഇന്നും ബംഗാൾ ജനത മറന്നിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ 0 ആയി മാറിയ CPM ഇത്തവണയും ആ റെക്കോർഡ് കാത്തു സൂക്ഷിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. BJP വൻ ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുമ്പോൾ വെറും കാഴ്ചക്കാരായി പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും BJPയുടെ കരുത്തുറ്റ നേതൃത്വവും ബംഗാളിലെ സാധാരണക്കാരെ ആവേശഭരിതരാക്കിയിരിക്കുകയാണ്. തങ്ങളെ വഞ്ചിച്ച തൃണമൂലിനും മുടിപ്പിച്ച CPMനും ബംഗാൾ ജനത ഇത്തവണ ബാലറ്റിലൂടെ മറുപടി നൽകും. അക്കൗണ്ട് തുറക്കുമെന്ന് MA ബേബിയുടെ അവകാശവാദം വെറും പകൽ കിനാവ് മാത്രമാണെന്ന് മെയ് 4-ന് പെട്ടി തുറക്കുമ്പോൾ വ്യക്തമാവും. BJP 200-ലധികം സീറ്റുകളുമായി ചരിത്ര വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ ഇടതുപക്ഷം ഇത്തവണയും നോട്ടയ്ക്കും താഴെ പോകുമെന്നാണ് പ്രമുഖ ഏജൻസികളെല്ലാം ഒരുപോലെ പ്രവചിക്കുന്നത്. ചുരുക്കത്തിൽ ബംഗാളിലെ ജനങ്ങൾ BJPക്കൊപ്പം അണിനിരക്കുമ്പോൾ പണ്ട് പറഞ്ഞ ലാൽ സലാം ഇപ്പോൾ ബേബ് സലാമായി പരിഹാസ രൂപത്തിൽ മാറുകയാണ്. നേതാക്കൾ പ്രസംഗിച്ച് തീരുന്നതിന് മുൻപേ ജനം ബൂത്തുകളിൽ പോയി BJPക്ക് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന സത്യം സഖാക്കൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല.